Hi students, today we are going to learn a new chapter, trigonometric functions. You have already learned trigonometry in the high school classes. The word trigonometry is derived from the Greek words trigon and metron, and it means measuring the sides of a triangle. In trigonometry, we solve geometric problems involving triangles. Trigonometry is used in many areas such as science of seismology, designing electric circuits, describing state of an atom, etc. In high school classes, you have studied trigonometric ratios of acute angles as the ratio of sides of a right-angled triangle. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രോബ്ലംസ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ്. ഇപ്പോൾ ഹൈറ്റ് ഓഫ് എ ടവർ കാണാനോ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് കാണാൻ, പിന്നെ ഡിസ്റ്റൻസ് ഓഫ് എ ട്രീ ഫ്രം എ ബിൽഡിംഗ്, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അല്ല, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം ആംഗിൾസിൽ നിന്നാണ്. Angle is a measure of rotation of a given ray about its initial point. ഇപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കുക. ഒ എ എന്ന് പറയുന്നത് ഒരു റേ ആണ്. ആ റേ മൂവ് ചെയ്തിട്ട് ഒ ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തിയാൽ, റൊട്ടേറ്റ് ചെയ്തിട്ട് ഒ ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തിയാൽ വി ഗെറ്റ് ആൻ ആംഗിൾ. ഇനീഷ്യൽ സൈഡ് ഓഫ് ദ ആംഗിൾ ഇസ് ഒ എ, ടെർമിനൽ സൈഡ് ഓഫ് ദ ആംഗിൾ ഇസ് ഒ ബി. ഇവിടെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഈ കേസിൽ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യണത് പോസിറ്റീവാണ്. സെക്കൻഡ് ഫിഗറിൽ നോക്കിയാൽ ഇനീഷ്യൽ സൈഡ് ഒ എ ആണ്. റേ ഒ എ താഴേക്കാണ് റൊട്ടേറ്റ് ചെയ്യണത്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒ ബി എന്നുള്ള പൊസിഷനിലെത്തി. ഇനീഷ്യൽ സൈഡ് ഒ എ ആണ്, ടെർമിനൽ സൈഡ് ഒ ബി ആണ്. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ആംഗിൾ നെഗറ്റീവാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആംഗിൾ പോസിറ്റീവും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആംഗിൾ നെഗറ്റീവ് ആയിരിക്കും. ആംഗിൾ കിട്ടുന്നത് എങ്ങനെയാണ്? റൊട്ടേഷൻ ഓഫ് എ ഗിവൺ റേ എബൌട്ട് ഇറ്റ്സ് ഇനീഷ്യൽ പോയിൻറ്റ്. ഒരു റേ ഇനീഷ്യൽ സൈഡിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് അതേ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ 360 ഡിഗ്രിയാണ്, അറിയാലോ. അപ്പോൾ ഇവിടെ മെഷർ ചെയ്യണത് നമ്മൾ ഡിഗ്രി മെഷർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞാൽ ആംഗിൾ 360 ഡിഗ്രി. ആ 360 ഡിഗ്രീനെ നമ്മൾ ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പോർഷനാണ് 1 ഡിഗ്രി. സിമിലർലി 1 ഡിഗ്രീനെ എഗെയിൻ 60 ഈക്വൽ പാർട്സാക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പോർഷനാണ് 1 മിനിറ്റ്. സിമിലർലി 1 മിനിറ്റിനെ എഗെയിൻ 60 ഈക്വൽ പോർഷൻസാക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു പോർഷനാണ് 1 സെക്കൻഡ്. അപ്പോൾ 1 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ അറിയാം. 1 എഴുതിയിട്ട് മേലെ ഒരു 0 പോലെ ഇടും. 1 മിനിറ്റ് ആണെങ്കിൽ 1 എഴുതിയിട്ട് നമ്മളൊരു മേലൊരു ഡാഷ് ഇടും. 1 സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ 1 എഴുതിയിട്ട് 2 ഡാഷ് ഇടാം. നൗ കൺസിഡർ ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഇൻ ദ ഫസ്റ്റ് ഫിഗർ ഒ എ ആണ് ഇനീഷ്യൽ സൈഡ്. ഇനീഷ്യൽ സൈഡിൽ നിന്ന് റേ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഒ എയിലേക്ക് തന്നെ എത്തി. അതായത് ഒ ബി എന്ന് പറഞ്ഞ ടെർമിനൽ സൈഡും ഒ എ എന്ന് പറയുന്ന ഇനീഷ്യൽ സൈഡും കോയിൻസൈഡ് ചെയ്യാണ്. ഇവിടെ വരുന്ന ആംഗിൾ 360 ഡിഗ്രി. ഇനി സെക്കൻഡ് ഫിഗറിൽ ഒ എ ഇനീഷ്യൽ സൈഡാണ്. റൊട്ടേറ്റ് ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ഒ ബി എന്നുള്ള പൊസിഷനിലെത്തി. ഇവിടെ 180 ഡിഗ്രിയാണ് ആംഗിൾ. തേർഡ് ഫിഗറിൽ ഒ എ ആണ് ഇനീഷ്യൽ സൈഡ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് ഒ ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തി. ഇവിടെ ആംഗിൾ 270 ഡിഗ്രി. ഫോർത്ത് ഫിഗറിൽ ഒ എ ഇനീഷ്യൽ സൈഡ് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഒ എയിലെത്തി. എഗെയിൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒ ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തി. ഇവിടെ 420 ഡിഗ്രിയാണ് ആംഗിൾ. ഇനി ഫിഫ്ത്ത് ഫിഗറിൽ ഒ എ ആണ് ഇനീഷ്യൽ സൈഡ്. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. താഴേക്ക് ഒ ബി എന്നുള്ള പൊസിഷനിലെത്തി. ഇവിടെ ആംഗിൾ നെഗറ്റീവാണ് ആൻഡ് ഇറ്റ്സ് മെഷർ ഇസ് -30 ഡിഗ്രി. ഇനി ലാസ്റ്റ് ഫിഗറിൽ ഒ എ ആണ് ഇനീഷ്യൽ പൊസിഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞിട്ട് എഗെയിൻ അത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഒ ബി എന്നുള്ള പൊസിഷനിലേക്ക് എത്തുന്നത്. ഇവിടെ ആംഗിൾ നെഗറ്റീവാണ്. ഇവിടെ മെഷർ -420 ഡിഗ്രി. ഇതൊക്കെയാണ് ഡിഗ്രി മെഷർമെൻറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. നിങ്ങൾക്കറിയാം 3 ടൈപ്പ് ആംഗിളായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. 90 ഡിഗ്രി ആണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ റൈറ്റ് ആംഗിൾ.
ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിന് അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അതിന് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. ഡിഗ്രി മെഷർ ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഒരു ഇതാണ്. അത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു മെത്തേഡ് പഠിക്കുകയാണ് ആംഗിൾ മെഷർ ചെയ്യാൻ. അതിനെ പറയണതാണ് റേഡിയൻ മെഷർ. ഇവിടെ റേഡിയൻ മെഷർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ അത് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. കൺസിഡർ എ യൂണിറ്റ് സർക്കിൾ. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ കൺസിഡർ ചെയ്യുക. ആദ്യത്തെ ഫിഗർ നോക്കൂ. റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ എടുത്തു. അതിൽ ഒരു ആർക്ക് കൺസിഡർ ചെയ്യുക. അതിൻ്റെയും ലെങ്ത്ത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ആർക്ക് സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ് 1 റേഡിയൻ. ശ്രദ്ധിക്കുക, യൂണിറ്റ് സർക്കിളിൽ റേഡിയസ് 1 ആണ്. ആ സർക്കിളിൽ ആർക്ക് ലെങ്ത്ത് 1 ആയിട്ടുള്ള ആർക്ക് സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിളാണ് 1 റേഡിയൻ. 1 റേഡിയൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയും? ആംഗിൾ സബ്ടെൻഡഡ് at the center by an arc of length 1 unit in a unit circle is said to have a measure of 1 radian. Definition ശ്രദ്ധിക്കുക. Angle subtended at the center by an arc of length 1 unit in a unit circle is said to have a measure of 1 radian. Unit circle എന്ന് പറഞ്ഞാൽ circle of radius 1 unit ആണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ 1 റേഡിയനാണ് അവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഫിഗറിൽ ഇതേപോലെ ആർക്ക് ലെങ്ത്ത് 1 ആണ്. അത് സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ റൊട്ടേഷൻ താഴത്തേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായ കാരണം അത് -1 റേഡിയനാണ്. ഇനി തേർഡ് ഫിഗറിൽ 1 യൂണിറ്റുള്ള റേഡിയസ് ഉള്ള സർക്കിളാണ്. അവിടെ ആർക്ക് ലെങ്ത്ത് 1.5 ആണ്. അപ്പോൾ അവിടെ സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ 1.5 റേഡിയൻ. ഫോർത്ത് ഫിഗറിൽ ആർക്ക് ലെങ്ത്ത് 1.5 ആണ്. പക്ഷേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അവിടെ മൂവ് ചെയ്യണത്, റൊട്ടേറ്റ് ചെയ്യണത്. അപ്പോൾ അവിടെ ആംഗിൾ -1.5 റേഡിയൻ. റേഡിയൻ എഴുതാൻ നമ്മൾ ഡിഗ്രി എഴുതുമ്പോൾ നമ്മൾ പവറിൽ 0 സിമ്പിൾ ഇടും. റേഡിയൻ എഴുതുമ്പോൾ 1 എഴുതിയിട്ട് പവറിൽ C എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ 1 എഴുതിയിട്ട് RADIAN RAD എഴുതിയാൽ മതി. സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr ആണ്. ഇനി സർക്കിളിൻ്റെ റേഡിയസ് 1 ആയാൽ സർക്കംഫറൻസ് 2π ആണ്. അപ്പോൾ സെൻറ്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 2π റേഡിയൻ. അപ്പോൾ 2π റേഡിയൻ ഇസ് കറസ്പോണ്ടിങ് ടു 360 ഡിഗ്രി. ഇനി നമുക്കൊരു ഫോർമുല ഡിറൈവ് ചെയ്യാം. കൺസിഡർ എ സർക്കിൾ ഓഫ് റേഡിയസ് r. Then an arc of length r subtends an angle whose measure is 1 radian. Now an arc of length L will subtend an angle whose measure is L/r radian. Thus we can derive a formula. If in a circle of radius r, arc of length L subtends an angle theta radian at the center, then theta will be equal to L/r. ഇതാണ് ഫോർമുല. theta equal to L/r or L equal to r theta. Remember that when we use this formula, we have to write theta in terms of radians. ഫോർമുല പഠിച്ച് വയ്ക്കുക. സർക്കിളിൻ്റെ റേഡിയസ് 6, ആർക്ക് ലെങ്ത്ത് L, സബ്ടെൻഡ് ചെയ്യണ ആംഗിള് തീറ്റയും ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു L/r ഓർ L ഇസ് ഈക്വൽ ടു r തീറ്റ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇത് വെച്ച് പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. Now we will see the relation between degree and radian. ഞാൻ നേരത്തെ പറഞ്ഞു 2π റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർ 360 ഡിഗ്രിയാണ്. അപ്പോൾ പൈ റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഗ്രി മെഷർ 180 ഡിഗ്രിയാണ്. അപ്പോൾ 1 റേഡിയൻ എന്ന് പറഞ്ഞാലോ 180 ഡിഗ്രി ബൈ പൈ. അതുപോലെ 1 ഡിഗ്രി എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? π/180 റേഡിയൻ എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, 1 റേഡിയൻ മീൻസ് ഇറ്റ് ഈസ് 180 ഡിഗ്രി ബൈ പൈ. 1 ഡിഗ്രി മീൻസ് ഇറ്റ് ഈസ് π/180 റേഡിയൻ. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ
ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണതും റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണതും. അപ്പോൾ ഈ രണ്ട് ഫോമുലയും പഠിച്ചു വയ്ക്കുക. റേഡിയൻ മെഷർ ഇസ് ഈക്വൽ ടു π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. ഡിഗ്രി മെഷർ ഇസ് ഈക്വൽ ടു 180/π ഇൻറ്റു റേഡിയൻ മെഷർ. നമുക്ക് ഡിഗ്രി മെഷർ തന്നിട്ട് റേഡിയൻ മെഷർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് റേഡിയൻ മെഷർ തന്നിട്ട് ഡിഗ്രി മെഷർ കാണാൻ പറഞ്ഞാൽ നമ്മളതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തെങ്കിലും എളുപ്പവഴി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ വിചാരിക്കുക, ഡിഗ്രി മെഷർ കാണാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഗ്രിയിലേക്കല്ലേ മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയൻ മെഷർ കാണണമെന്നുണ്ടെങ്കിൽ റേഡിയനിലേക്കാണല്ലോ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. Now we will see the relation between degree measure and radian measure of some common angles. ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആംഗിൾസ് ആണ് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. അതിൻ്റെയൊക്കെ റേഡിയൻ മെഷർ ഓർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റണം എളുപ്പത്തിൽ. 360 ഡിഗ്രിയുടെ റേഡിയൻ മെഷർ 2π ആണ്. അപ്പോൾ 180 ഡിഗ്രിയുടെ π ആണ്. അപ്പോൾ 90 ഡിഗ്രിയോ π/2 ആയിരിക്കും അല്ലേ. ഇനി 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 30 ഇൻറ്റു π/180 ചെയ്യണം. അപ്പോൾ നമുക്ക് π/6 എന്ന് കിട്ടും. 45 ഡിഗ്രീനെ അതുപോലെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു π/180 ചെയ്യും. അപ്പോൾ നമുക്ക് π/4 എന്ന് കിട്ടും. 60 ഡിഗ്രീനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു π/180 ചെയ്യും. അപ്പോൾ നമുക്ക് π/3 കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാനായിട്ട് ഇത് പറ്റണം കേട്ടോ. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6 റേഡിയൻ, 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4 റേഡിയൻ, 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3 റേഡിയൻ, 90 ഡിഗ്രി ഈസ് π/2 റേഡിയൻ, 180 ഡിഗ്രി ഈസ് π. ഇപ്പോൾ 270 ഡിഗ്രിയോ 3π/2 എന്ന് വരും. 360 ഡിഗ്രി 2π ആയിരിക്കും. Now we will do some problems. Convert 40 degree 20 minutes into radian measure. ഇവിടെ 40 ഡിഗ്രിയുടെ കൂടെ 20 മിനിറ്റ്സും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 20 മിനിറ്റ്സിന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 1/60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ്സിന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20 ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. ദാറ്റ് ഈസ് 1/3. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി 20 മിനിറ്റ്സിന് 40 ആൻഡ് 1/3 ഡിഗ്രി എന്ന് എഴുതാം. ഇനി അതിന് മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? 3 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 120 വരും. 120യുടെ കൂടെ 1 ആഡ് ചെയ്താൽ 121/3 എന്ന് വരും. ഇനി അതിന് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയൻ കിട്ടും. ദാറ്റ് ഈസ് 121π/540 റേഡിയൻ. Therefore 40 degree 20 minutes equal to 121π/540 റേഡിയൻ. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ അതിൽ ഉണ്ടായാലും കുഴപ്പമില്ല. പൈ റേഡിയൻ മെഷറിലുള്ളതാണല്ലോ. Now we will do some more problems. Find the radian measure corresponding to the following degree measures. Number 1, 25 degree. To convert into radian measure, we have to multiply by π/180. Therefore 25 degree equal to 25 into π/180 degree. ഇപ്പോൾ 5 ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററേയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 5π/36 റേഡിയൻസ് എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, -47 ഡിഗ്രി 30 മിനിറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ 30 മിനിറ്റ്സിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 30 മിനിറ്റ്സിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30/60 ഈക്വൽ ടു ഹാഫ് ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കതിനെ -47.5 ഡിഗ്രി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു -95/2 ഡിഗ്രി. Now multiply by π/180, that is -95/2 into π/180. നേരത്തെ പോലെ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും 5 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ -19π/72 റേഡിയൻസ് എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 3, 240 ഡിഗ്രി. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 240നെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. 0 ക്യാൻസൽ ചെയ്ത് കളയുക. പിന്നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 6 കോമൺ ഫാക്ടറാണ്, അതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 4π/3 റേഡിയൻസ് എന്ന് കിട്ടും. നൗ ഫോർത്ത് ക്വസ്റ്റ്യൻ, 520 ഡിഗ്രി. 520 ഡിഗ്രീനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ
ഇൻറ്റു പൈ ബൈ 180 ചെയ്യണം. ഇപ്പോൾ 520 ഇൻറ്റു പൈ ബൈ 180 എന്ന് എഴുതുക. 0 ക്യാൻസൽ ചെയ്ത് കളയുക. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 26 പൈ ബൈ 9 റേഡിയൻസ് എന്ന് കിട്ടും. So that's all for today. Study all the topics, do the problems and study well. Okay.